ഞാനിത് ഇപ്പം ഈ 2024-25 കാലഘട്ടത്തില് ഞാനും എൻ്റെ ഡോക്ടർ ആൻറ്റി, ഞാൻ എന്നെ ഡോക്ടർ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളാണ് ഒരുപാട് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ എടുത്തിരിക്കുന്നത് ആൻറ്റിയുടെ കെയർ ഓഫിലാണ്. ആൻറ്റി കണ്ടെത്തും, ഞാൻ ചെയ്യും. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനൽ ലോയറാണ്. പിന്നെ ഞാൻ അഭിഭാഷകയായിട്ട് സംസ്ഥാനത്തിൽ നമ്മളതിന് എല്ലാ ബാറിലും പോകുന്ന വ്യക്തിയാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരുപാട് സ്ഥാപനങ്ങളിൽ വയോനന്മ എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയുടെ അണ്ടറിലുള്ള ഒരുപാട് വൃദ്ധസദനങ്ങളും പകൽ വീടുകൾ എങ്ങനെയൊക്കെ ഞാൻ സന്ദർശിക്കാനിടയായി. അപ്പം എനിക്ക് അവിടെ നിന്ന് എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ എനിക്കെത്തിക്കൂടെ എനിക്കൊരു അട്രാക്ഷൻ തോന്നിയത് ഒരു യൂണിഫോം. സ്കൂളിലെ കലാലയത്തിലോട്ട് ചെല്ലുമ്പോഴുള്ള ആ ഒരു യൂണിഫോമിറ്റി, എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സ്, ആ ഒരു അച്ചടക്കത്തിന്റെ ആ ഡിസിപ്ലിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണത്. കാര്യം നമ്മളൊരു സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന, ഞാൻ ക്ലാസ് എടുക്കാൻ സ്കൂളിലോട്ട് ചെല്ലുമ്പോൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കുട്ടികളോട് പറയുന്ന ഒന്നാണ് കാര്യം നമ്മുടെ യൂണിഫോം. അതിൽ പല കുട്ടികൾ, കാര്യം പല സമൂഹത്തിൽ പല കാറ്റഗറിയിൽ നിന്ന് വരുന്ന കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിൽ പാവപ്പെട്ടവനുണ്ടാവാം, പണക്കാരനുണ്ടാവാം. നിങ്ങൾ സർവീസ് അതോറിറ്റിയുടെ ഒരു കഥ സ്റ്റോറി ഉണ്ടായി. അതായത് കുട്ടികൾ 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ കുറ്റം ചെയ്താൽ ആ കുട്ടികൾ കുറ്റം ചെയ്യുന്നത് കുട്ടികൾ കുറ്റം ചെയ്താൽ അതിന് വലിയ ശിക്ഷയില്ല എന്നുള്ള കുട്ടികളുടെ അമിതമായ ആത്മവിശ്വാസത്തെ ആ ഒരു ആത്മവിശ്വാസത്തെ മാറ്റിയെടുക്കുന്നതിലേക്കായി നമുക്കൊരു ട്രെയിനിങ് കിട്ടി. നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കഥ പറയാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റോറി, ഒരു സാങ്കല്പിക കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇതാണ് കാര്യം. ഒരു സമൂഹത്തിൽ അങ്ങേക്കിടയിൽ, അതായത് ഒരു നേരത്തെ കട്ടൻ ചായ പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളും, പിന്നെ വലിയ ശമ്പളം പറ്റുന്ന രക്ഷിതാക്കളുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയവും, ഗവൺമെന്റ് വിദ്യാലയത്തിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിക്കാറുണ്ട്. അങ്ങനെ വരുന്ന കുട്ടികൾ, കുട്ടികൾ ചെന്നപ്പോൾ അവരുടെ കൂട്ടുകാരൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ ഇന്ന് ബൂസ്റ്റ് കുടിച്ചു, ഞാൻ ഇന്ന് ഹോർലിക്സ് കുടിച്ചു. പക്ഷെ ഈ കട്ടൻ ചായ പോലും, ഒരു നേരത്തെ കട്ടൻ ചായ പോലും കുടിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എന്താണ് ഈ ബൂസ്റ്റ്, എന്താണ് ഈ ഹോർലിക്സ് എന്ന്. അപ്പം അവരത് അറിയാനുള്ള അവരുടെ ആ ഒരു ആ ഒരു ചെറിയൊരു മോഷണം അവർ ചെയ്യുന്നതാണ്. അതെന്താണെന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി അവർ മോഷ്ടിച്ചു കൊണ്ടുവന്ന് അത് ഒളിച്ചു വെക്കാനുള്ള അവരുടെ ആ മനസ്സിന്റെ പാകപ്പെടുത്തൽ, ആ ഒരു ക്രൈം ചെയ്ത് അത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തൊണ്ടി മുതൽ എന്ന് പറയുന്ന പോലെ ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിൽ അവരത് ചെയ്ത് ആ ക്രൈം എങ്ങനെ ചെയ്തു എന്നുള്ള ഒരു സീരിയസ് ഒഫൻസ് എങ്ങനെയാണ് നമ്മൾ കുട്ടികളിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന വേളയിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലാത്ത എല്ലാവരും തുല്യരാണ് എന്ന് സ്കൂളുകളിൽ കാണിക്കുന്നതിന് യൂണിഫോം. അതുപോലെ എനിക്ക് ഇവിടെ ഏതെല്ലാം കാറ്റഗറിയിൽ നിന്ന്, ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത്, വിദേശത്ത് പഠിച്ചവരുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസം എച്ചമായി റിട്ടയർ ചെയ്തവരുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സൊന്നും കുലുങ്ങി. ദൈവമേ, ഞാനും അഭിഭാഷകർ, നാളെ എൻ്റെ രീതി ഇതാണോ? പക്ഷെ എനിക്കിവിടെ സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മകൻ, അല്ലെങ്കിൽ ഒരു മകൾ, അവര് അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും എങ്ങനെ നമ്മൾ വീണുപോയവരെ എങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് വരുന്നു, ആ രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അവരുടെ ഒരു ശുചിത്വവും അവരുടെ ആഹാര രീതി, ഓരോ അറേഞ്ച്മെന്റ്സ്, ലൈബ്രറി സെറ്റിങ്സ്, ഇതൊക്കെ എനിക്ക് ഒത്തിരി, ഞാൻ അവിടെ നിന്ന് നോക്കിയത്. കാര്യം എൻ്റെ ഒരു ഭയങ്കര ഒരു സങ്കല്പമാണ് ഇങ്ങനെ ലൈബ്രറി സെറ്റ് ചെയ്യണം, വായിക്കാൻ. കാര്യം എൻ്റെ വൃദ്ധം, ഞാൻ എന്ന് സീനിയർ സിറ്റിസണായി എൻ്റെ ഇടവേളകൾ, ഞാൻ എൻ്റെ ജോലി മതിയാക്കി ഇടവേളകൾ ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്യണോ, ആ ഒരു എൻ്റെ ഒരു കാൽക്കുലേഷനാണ് ഇവിടെ ഞാൻ കാണുന്നത്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യം ആ ഒരു മനസ്സ്, ആ വ്യക്തിക്ക് ആ ഒരു മനസ്സ് ഉണ്ടായത്. കാര്യം നമ്മുടെ സമൂഹത്തില് ഇന്ന് നമ്മുടെ മക്കൾ പുറംതിരിഞ്ഞ് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ ഇത് വന്ന് കാണണം. ഇനി ഒരു വരും തലമുറകളെങ്കിൽ അവരുടെ സ്നേഹം, മാതൃത്വം അല്ലെങ്കിൽ പിതൃത്വം, സാഹോദര്യം
നമ്മുടെ നാട്ടില് നമ്മുടെ സമൂഹത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പഴയതുപോലെ നമ്മുടെ കാരണവന്മാർക്ക് കൊടുത്ത റെസ്പെക്ട് അതെല്ലാം തിരിച്ചു കിട്ടാൻ ഇത് അവർക്കൊരു അറിവിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ക്ലാസ് എടുക്കാനാണ് വന്നത്. പക്ഷെ ക്ലാസ് എന്ന് ഞാൻ ഇത് പറയുന്നില്ല. സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരർ അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഒരു എന്താ അപ്പൊ എത്രത്തോളം പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ സർ പറഞ്ഞു ക്ലാസ് എല്ലാവർക്കും ഇങ്ങനെ ഞങ്ങളെ എല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഞാനൊരു ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ചർച്ച പോലെ ഞാനത് പറയാം. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന എല്ലാ പേർക്കും തുല്യമായ അവകാശമാണ്. നിയമത്തിന് മുന്നിൽ എല്ലാ പേർക്കും സമന്മാരെന്നാണ് പറയുന്നത്. എന്നാൽ ഈ നിയമം ചില അപാകതകൾ, അതായത് അപര്യാപ്തതകൾ കൊണ്ടുവന്നതിനനുസരിച്ച് നമുക്ക്, അതായത് സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വയോജനങ്ങൾക്ക് ഇങ്ങനെയുള്ള അംഗപരിമിതി ആ ഒരു രീതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിലേക്കാണ് സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട്, വയോജനങ്ങൾക്കുള്ള സീനിയർ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിലാണ്. അതായത് ഒരു നൂറ്റാണ്ട് തന്റെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ജനങ്ങൾ അവരുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾക്ക് നിൽക്കുമ്പോൾ, നമുക്കറിയാം പണ്ട് കാലത്ത് വീട്ടിൽ ഗൃഹനാഥനായിരുന്നു അല്ലെങ്കിൽ കാരണവരായിട്ടുള്ള കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ ആണുങ്ങളായിരുന്നു ജോലിക്ക് പോകുന്നത്. അന്ന് ഏറ്റവും കൂടുതൽ റെസ്പെക്ട്, കാര്യം നമ്മള് പണ്ട് കാലത്തെ അപേക്ഷിച്ചും പണ്ട് കാലത്ത് നോക്കുവാണെങ്കിൽ നമ്മളെ അമ്മാവന്മാരോ അച്ഛനോ റോഡിൽ നിന്ന് വരുമ്പോഴേ നമ്മള് ജൂനിയേഴ്സ് ആയിട്ടുള്ള മക്കളും ചെറുമക്കളും ഓടി ഒളിക്കും. കാര്യം അവരോട് മുഖത്ത് നേരെ നോക്കി സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇന്നാണെങ്കിലോ, ഇന്ന് വരുന്നത് അവർ വന്നാൽ എന്ത് പോയാൽ എന്ത്, നമ്മൾ ഒരു ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ പിടിച്ച് ഇരിക്കുകയാണ്. അവരോട് റെസ്പെക്ട്, അവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് ആ ഒരു ബഹുമാനം കാണിക്കാൻ പോലും കൂട്ടാക്കാതെയുള്ള ഒരു തലമുറയാണ്. ഇങ്ങനെ വിശ്രമങ്ങൾ, കാര്യം ഇപ്പോഴത്തെ കാലത്ത് ആണും പെണ്ണും പോയെങ്കിൽ മാത്രമേ നമുക്കറിയാം ജോലി ചെയ്തെങ്കിൽ മാത്രമേ ആ ജോലി ചെയ്യുന്ന വരുമാനം പോലും ഇന്നത്തെ ചെലവിന് അവർക്ക് തികയുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് ഈ ആണാള് പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് സ്വന്തം വീട്ടുകാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏൽപ്പിക്കുമ്പോൾ 10 രൂപ കൊണ്ട് കൊടുത്താൽ അതിൽ നിന്നും 2-3 രൂപ വെച്ച് മിച്ചം വെച്ച് ഊറ്റി ഉണ്ടാക്കി സ്വന്തം മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് വേണ്ട, പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചയച്ചു, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകി അവർക്ക് ജോലി മേടിച്ചെടുക്കാൻ പല തരത്തിലും പൈസകൾ ചെലവാക്കി അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പോരാടിയ മാതാപിതാക്കൾ. അവരിങ്ങനെ പോരാടി ആ മക്കൾ നമുക്കറിയാം നമ്മുടെ കുടുംബത്തില് ഒരുപാട് നമ്മൾ പഠിപ്പിച്ചു കാണും, പക്ഷെ പ്രയോജനമില്ല. പല ജോലികൾ ചെയ്തു നോക്കി, പക്ഷെ പരാജയമാണ് വന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ മക്കൾ നമ്മളെ എന്നും നോക്കാനായി കാണും. നമുക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ, നമുക്ക് നമ്മുടെ വിശ്രമ വേളകൾ സന്തോഷകരമാക്കാൻ നമ്മുടെ മക്കൾ കൂടെ ഉണ്ടാവും. കാര്യം ഒരു പനി വന്നാൽ, അച്ഛനൊരു പനി വന്നാൽ എന്ന് പറയുന്നതിന് മുമ്പ് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന മക്കൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയെ വാരിപ്പുണർന്ന് അമ്മയ്ക്ക് വേണ്ട ചികിത്സയും മറ്റ് സംരക്ഷണവും നൽകുന്ന മക്കൾ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ സ്നേഹം കണ്ട് മതിമറന്നു പോകുന്ന മാതാപിതാക്കൾ പരസ്പരം ഡിസ്കസ് ചെയ്യും, നമുക്ക് എന്തിനാണ് ഈ സ്വത്ത്, അല്ലെ, നമുക്ക് ഇനി എന്തിനാണ് ഈ വയസ്സുകാലത്ത് സ്വത്ത്. കാര്യം നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്. നമ്മള് കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന മക്കളുണ്ട്. നമ്മളെ സ്വത്ത്, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിശ്രമ വേളകൾ സന്തോഷകരമാക്കാൻ, നമ്മളെ സന്തോഷത്തോടെ നോക്കാൻ നമുക്ക് മക്കളുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം പരാജയമാണ്. അപ്പൊ നമുക്ക് ഈ സ്വത്തുക്കളെല്ലാം അവർക്ക് എഴുതി കൊടുക്കാം. അവര് ജോലി തുടങ്ങട്ടെ, അല്ലെങ്കിൽ അവര് ബിസിനസ് തുടങ്ങട്ടെ, അവർക്ക് വേണ്ട കുട്ടികളെ പഠിപ്പിക്കട്ടെ, അവർ അങ്ങനെയൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന പറഞ്ഞു തീർന്ന മക്കൾക്ക് ഈ സ്വത്തുവകകൾ പാവപ്പെട്ട അച്ഛനും അമ്മയും എഴുതി കൊടുക്കുന്നത് വരെ നല്ല സ്നേഹം. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അച്ഛനോ അമ്മയോ ഉമ്മറത്തിരിക്കാൻ പാടില്ല.
നിങ്ങൾ എന്തിനാണ് ഈ ഉമ്മറത്തിരിക്കുന്നത്? നിങ്ങൾക്ക് അകത്ത് പോയിക്കൂടെ? ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ എന്റെ കൂടെ സഹകരിക്കുന്ന പല കാറ്റഗറിയിലുള്ള ആൾക്കാർ വരും. അവര് നിങ്ങളെ കാണുമ്പോൾ എനിക്കത് കുറച്ചിലാണ്. അതുകൊണ്ട് നിങ്ങൾ മാറിയിരിക്കുക. അപ്പൊ ഇന്നലെ വരെ ഉമ്മറത്ത് അച്ഛനിരിക്കാം അല്ലെങ്കിൽ അമ്മയ്ക്കിരിക്കാം, ഇവിടെ ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കാം. പക്ഷെ ആ സ്വത്തുവകകൾ, അവരുടെ സമ്പാദ്യം മുഴുവൻ പോയപ്പോൾ അത് അവർക്ക് അവിടെ ഒരു സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരോട് അകത്ത് പോകാൻ നോക്കി അതവരെന്നെ ക്ഷമിച്ചു. മക്കളുടേതാണ്. മക്കള് ഇങ്ങനെ സമ്പത്ത് അവരുടെ കൂടെ ഉള്ളവർ വരുമ്പോൾ നമ്മൾ ചുമക്കുന്ന ഇതൊക്കെ സൗണ്ട് കേൾക്കുന്നതും ഒക്കെ അവർക്ക് ചിലപ്പോൾ ഒരു വിഷമക്കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെയോ നമ്മൾ എങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. ആഹാരം കഴിക്കുക. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഡൈനിങ് ടേബിളുകളിലാണ് നമ്മൾ മിക്കവാറും കണ്ടുമുട്ടുന്നത്. അതും രാത്രി കാലങ്ങളിൽ കണ്ടുമുട്ടിയാൽ, എന്നാലും നമ്മുടെ ഒരു ഇടവേളകൾ നമ്മൾ കണ്ടുമുട്ടുന്നതും സംസാരിക്കുന്നതും എല്ലാം ഡൈനിങ് ഹാളുകളിലാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ സ്നേഹത്തോട് സംസാരിക്കുകയും ചെറുമക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇന്നലെ വരെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ലാതിരുന്ന ചെറുമക്കളടുത്ത് ഇന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: സംസാരിക്കരുത്. ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കും. പക്ഷെ ഒരു കണക്കിന് നോക്കി ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കണില്ല. കാര്യം എന്താണ്? നമുക്ക് മണ്ടേ കയറുന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ നമുക്ക് ശരിയായ ദഹനം, അങ്ങനെ ശരിയായ ഫുഡ്, ആ രീതിയൊന്നുമില്ല. പക്ഷെ അവര് പറയുന്നതിന്റെ വ്യാഖ്യാനം എന്താണ്? തുപ്പൽ തെറിക്കും. ആഹാര സാധനങ്ങൾ മറ്റുള്ളവരുടെ പാത്രത്തിലേക്ക് തുപ്പൽ തെറിച്ച് പല രോഗങ്ങളും ഉണ്ടാക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾക്ക് അവർക്ക് കഴിക്കാനായി സെപ്പറേറ്റ് ഗ്ലാസ് പ്ലേറ്റുകളാണ്. കാര്യം ആ പ്ലേറ്റിൽ നമ്മുടെ മക്കൾ കഴിക്കില്ല. അവർ അതേസമയം 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലുകളിൽ ബൊഫേ അതൊക്കെ നിന്നുകൊണ്ട് പോയി അവര് ഏതൊരു അണ്ടനും അടകോളം കഴിക്കുന്ന ആഹാര സാധനങ്ങൾ, കഴിക്കുന്ന പാത്രങ്ങൾ കഴുകിയില്ലയോ എന്ന് നോക്കാതെ കാശ് കൊടുത്ത് അവർക്ക് പല മാറാരോഗങ്ങളും മേടിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ പെറ്റു വളർത്തിയ മാതാപിതാക്കൾ കഴിക്കുന്ന ഗ്ലാസും കുടിക്കുന്ന ഗ്ലാസും കഴിക്കുന്ന പ്ലേറ്റുമാണ് അവർക്ക് അലർജി. അത് അങ്ങനെ ഒരു സമൂഹമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പിന്നീടോ വരുന്ന ആഹാരം, ഒരു നേരത്തെ ആഹാരം പോലും കൃത്യമായി കൊടുക്കാതെ റൂമുകളിൽ അടച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മാരകമായി ഉപദ്രവിച്ച് അവരെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്ന ഒരു തലമുറയാണ് മക്കൾ എന്ന് പറഞ്ഞ് കാറ്റഗറി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇങ്ങനെ വയോജനങ്ങളായി മാറിയിരിക്കുന്ന, വിശ്രമവേളകൾ ആനന്ദകരമായി മാറിയ ഈ കാലഘട്ടത്തിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റും മറ്റ് നിയമ അതോറിറ്റികളും എല്ലാം കൂടി ഈ ഒരു നിയമം കൊണ്ടുവന്നതനുസരിച്ച് നമ്മുടെ വസ്തുവകകൾ എഴുതിക്കൊടുത്തത് തിരികെ എഴുതി മേടിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ഈ നിയമത്തിലൂടെ കിട്ടി. അതായത് നമ്മൾ ആർക്കും മക്കൾക്ക് എഴുതി കൊടുത്ത വസ്തുവകകൾ ഇനി വിലയാധാരമായാലും ധനനിശ്ചയമായാലും ഇഷ്ടദാനമായാലും ഏത് രീതിയിൽ നമ്മുടെ മക്കൾക്ക് എഴുതി കൊടുത്തതാണെങ്കിലും തിരിച്ച് നമ്മുടെ പേരിലോട്ട് വരാനുള്ള ഒരു സമ്പ്രദായം ഇപ്പം നിലവിൽ വന്നിട്ടുണ്ട്. കൂടാതെ നമുക്കിപ്പോൾ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആഹാരം, പാർപ്പിടം, നമുക്ക് അന്തിറങ്ങണമെങ്കിൽ പാർപ്പിടമില്ലാതെ പറ്റത്തില്ല. വസ്ത്രം, നമുക്ക് മാനം നിറയ്ക്കുന്നതിന് വസ്ത്രമില്ലാതെ പറ്റില്ല. അപ്പം ആഹാരം, പാർപ്പിടം, വസ്ത്രം, പിന്നെ മരുന്നുകൾ, ഇതിനെല്ലാം 10,000 രൂപയിൽ കുറയാത്ത ചെലവിന് നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ ചോദിക്കും, മക്കളില്ലാത്തവരെന്ത് ചെയ്യും? നമുക്ക് സ്വത്തുണ്ടോ? നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ വസ്തുവകകൾ, അത് 1 രൂപയായാലും 10 രൂപയായാലും കോടിയായാലും, അത് ആർക്കാണോ കിട്ടുന്നത് അവർ നമ്മളെ നോക്കണം. ഇനി നമ്മുടെ മകൾ അല്ലെങ്കിൽ മകൻ മരണപ്പെട്ടു പോയാൽ ആ മകളും അപ്പൊ നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും കേട്ടിട്ടുണ്ട്, മോനെ ഒരു തുള്ളി വെള്ളം എന്താ? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുടെ മകനോ മകളോ അല്ല ഞാൻ, നിങ്ങളുടെ മകളുടെ മകനാണ് ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ മകളാണ് ഞാൻ എന്നിങ്ങനെ പറയുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്താണ്, ഞാൻ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അമ്മ വന്ന് പറയണം, എനിക്ക് ഒരു തുള്ളി വെള്ളം തരത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ തരാട്ടെ? അങ്ങനെ ഞാനത് അവരെ ഫോണിൽ വിളിച്ചു, എൻ്റെ ഓഫീസിൽ വന്ന് സംസാരിപ്പിച്ചു. അപ്പൊ അവർ പറഞ്ഞത്, നമ്മളെന്തിനാ കൊടുക്കുന്നത്? അവർക്ക് മക്കളുണ്ട്, എൻ്റെ അമ്മ മരണപ്പെട്ടു പോയി, അപ്പൊ
അപ്പൊ മക്കളെല്ലാം വിദേശത്താണ്. അപ്പൊ ആകെ ഉള്ളത് ഈ മരിച്ചുപോയ ആളുടെ കുട്ടികളാണ്. ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം എന്താ, ഞങ്ങൾ സമ്പാദിക്കുന്നു, ഞങ്ങൾ ജോലി ചെയ്തെടുക്കുന്നു, അവരുടെ മക്കൾ നോക്കട്ടെ. പക്ഷേ ആ ഇല്ലാത്തവർ പൈസ അയച്ചു കൊടുക്കുന്നു. പൈസ മാത്രം മതിയോ ഇന്ന് നമ്മളെ സംരക്ഷിക്കാൻ? ഈ പൈസ കൊണ്ട് നമുക്ക് എന്തും നേടാൻ പറ്റുമോ? സംരക്ഷിക്കാൻ നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോയാൽ പ്രായപൂർത്തിയായ നമ്മുടെ ചെറുമക്കൾ നമ്മളെ നോക്കണം. അതാണ് നിയമം പറയുന്നത്. ഇനി നമുക്കറിയാം, ഇങ്ങനെ പല ആൾക്കാരും എന്താണ്, സാമ്പത്തികമായി നമുക്ക് പഠിച്ചു കഴിഞ്ഞാലുടൻ വിദേശത്ത് സെറ്റിൽ ആവുന്നവർ, വിദേശത്ത് ജോലി എടുക്കുന്നവർ, 18 വയസ്സ് കഴിഞ്ഞ് പാസ്പോർട്ട് എടുക്കുന്നു, നമുക്ക് സമ്പാദിക്കണം, വീട് വെക്കണം, ഇങ്ങനെയുള്ള ഒരു നിലപാടിൽ നമ്മുടെ സമൂഹം പോകുമ്പോഴത്തേക്ക് അവർക്ക് തിരിഞ്ഞു നോക്കാൻ, നേരത്തെ പറഞ്ഞ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാൻ പറ്റാതെ അവരുടെ സമ്പാദിക്കുന്നതിന് വേണ്ടി വിദേശത്തോട്ട് പോകുമ്പോൾ നമ്മുടെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരെ, നമ്മുടെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങളെ സംരക്ഷിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ എന്ത് ചെയ്യാണ്? അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, പല സ്ഥലങ്ങളിലും വാർത്തയിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്, വൃദ്ധയായ വയോജനം, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആള് എന്താണ്, മരണപ്പെട്ടു. വീട്ടിലെ ബാത്റൂമിൽ മരിച്ചു കിടന്നു, എന്തെങ്കിലും ഒരാഴ്ച പഴക്കമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പല വാർത്തകളും കേട്ടു. കാര്യം ഒരു ഹോം നഴ്സിനെ വയ്ക്കുകയാണെങ്കിൽ നൈറ്റ് ഒരുപാട് പേരൊന്നും നിൽക്കുന്നില്ല, വൈകുന്നേരം ആകുമ്പോൾ അവർ അല്ലെങ്കിൽ ഒരു ജോലിക്കാരി വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം പോകും. പക്ഷെ അവർക്ക് എപ്പോഴാണ് അസുഖം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ സന്തോഷം കൊണ്ടാവാം, സങ്കടം കൊണ്ടാവാം, പല രോഗങ്ങളും ഏത് സമയം വേണമെങ്കിലും നമ്മൾ പിടികൂടാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് അവർക്കായി ഒരുപാട് ഹോം കെയർ സെന്ററുകൾ തന്നെ സ്ഥാപിക്കാൻ തുടങ്ങി. അതിലൊന്നാണ് പകൽ വീടുകൾ. കാര്യം മക്കള് ജോലിക്ക് പകൽ സമയങ്ങളിൽ പോകുമ്പോൾ, അത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡേ കെയറുകൾ എന്ന് പറയാം. അതായത് ഓരോരോ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു ഡേ കെയർ, അതായത് ഒരു പകൽ വീടെങ്കിലും വേണമെങ്കിൽ, അതായത് രാവിലെ മക്കൾ ജോലിക്ക് പോകുമ്പോൾ ഈ പ്രായമായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള, അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നാൽ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങൾ വന്നാൽ അവർക്കൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സംരക്ഷിച്ച് വൈകുന്നേരമാകുമ്പോൾ അവർക്ക് വേണ്ട ആഹാരം, അവർക്ക് വേണ്ട മരുന്ന്, ഇതെല്ലാം സമയത്ത് നൽകുന്നതിനും അവർക്ക് അവരുടെ ഉള്ളിലെ സാംസ്കാരികമായ പാട്ട് പാടാനുള്ളവരാണ് പാട്ട് പാടാൻ. ഇവിടെ ഞാൻ വന്നപ്പം ഡോക്ടർ ആൻറ്റി പറഞ്ഞു, ഇവിടെ രാവിലെ മുതൽ പാട്ടാണ്, ഒരുപാട് പേര് പാട്ട് പാടി. ഇങ്ങനെയുള്ള നമുക്കറിയാം, ഈ പറയുന്ന നമ്മളെല്ലാവരും കുഞ്ഞുകുട്ടിയായിരുന്നപ്പോൾ ഒരുപാട് കഴിവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ വലുതായി കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ അതെല്ലാം ഒളിച്ചു വെച്ച്, അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക്, കുട്ടികൾ, കുടുംബം, പ്രാരാബ്ദം, ഇങ്ങനെ ആ ജോലി തേടി പോകുമ്പോൾ നമ്മുടെ കഴിവുകളെ നമ്മൾ മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതെല്ലാം പിന്നെ നമ്മൾ വീണ്ടെടുക്കാൻ ഇതുപോലുള്ള പകൽ വീടുകളായാലും വൃദ്ധസദനങ്ങളായാലും പിന്നെന്താ ഇതുപോലെ ഇങ്ങനെയുള്ള മന്ദിരങ്ങൾ നമുക്ക് ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ്. അപ്പം അത് അറിഞ്ഞു തന്നെയാണ് അനാഥാലയം. ഞാൻ തിരുവനന്തപുരം ജില്ലയില് ഒരു 10-12 അനാഥാലയവും പിന്നെ വൃദ്ധസദനവും എല്ലാം കൂടെ 10-12ഓളം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പം പക്ഷെ അവിടെ എല്ലാം ഞങ്ങൾ പോകുന്നത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ്. അപ്പം ഒരു വക്കീൽ ലീഗൽ സർവീസ് PLBയുമായി പോകുമ്പോൾ അവിടെ ചെന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് അതിനൊന്ന് ക്ലാസ് എടുത്തിട്ട് അവരോടൊപ്പം ഇരുന്ന് സംസാരിച്ച്, അപ്പൊ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചില സ്ഥാപനങ്ങളിൽ ഞാൻ കണ്ടുവന്നത് എന്നെ അവരടുത്ത് പോകാൻ സമ്മതിക്കില്ല. അപ്പൊ ഞാനും ഒന്നുമില്ലെങ്കിൽ ഒരു അഭിഭാഷകയാണ്. സമൂഹത്തിൽ നമ്മൾ മനുഷ്യൻ നേരിടുന്ന പല വെല്ലുവിളികളും പലരുടെയും സങ്കടങ്ങളും പലരുടെയും പരാതികളും പലരുടെയും രൗദ്രഭാവങ്ങളും എല്ലാം കണ്ട് നമുക്ക് അവരുടെ കാറ്റഗറി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ചെന്നപ്പോൾ ചില സ്ഥാപനങ്ങളിൽ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചില സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ അവർ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ലെൻസൺ ഗ്രാൻഡുകളുണ്ട്, വൃദ്ധസദനത്തിൽ ഗ്രാൻഡുകളുണ്ട്, അത് കിട്ടുന്നില്ല. അപ്പൊ അവരുടെ ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ്, പിന്നെ ചിലവർക്ക് ആധാർ കാർഡ് ഇല്ല,
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംരക്ഷിക്കും. കാര്യം ഇങ്ങനെയുള്ളതെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ടോ എന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. അപ്പോഴും പോകുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് ഓരോ വ്യക്തികൾ അവരുടെ ക്ഷേമം എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കണം. അങ്ങനെ തിരക്കാൻ വേണ്ടി ഞാൻ കുറേ പേരൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിച്ചിട്ട് വരും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ബെഡിൽ പോയി ഇങ്ങനെ ഓരോന്ന് സംസാരിക്കാൻ പോകുമ്പോൾ ചില ബെഡിലോട്ട് പോകുമ്പോൾ ഇവർ കൂടെ വരും. അത് വയലന്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വഭാവത്തിന് എന്നെ അറിയാവുന്നവർക്കറിയാം, ഒരു വെട്ട് രണ്ട് തുമ്പ്. ഞാൻ സ്പോട്ടിൽ ചോദിക്കും, എന്തായാലും എന്ത് കണ്ടാലും പ്രതികരിക്കും. അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമില്ല. കാര്യം തെറ്റ് എവിടെ ഉണ്ടോ അവിടെ ഞാൻ പ്രതികരിച്ചിരിക്കും. മുഖത്ത് നോക്കി ഞാൻ അഭിപ്രായം പറയുന്ന കൂട്ടത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ നിങ്ങൾ വരുന്നത്? എനിക്കുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, എനിക്കും ബന്ധുക്കളൊക്കെ ഉണ്ട്, ഞാനിത് ഒരുപാട് സ്ഥാപനത്തിൽ പോയി, നിങ്ങൾ ഇങ്ങനെ കൂടെ വരും. അതുകൊണ്ടല്ല മാഡം, അത് വയലന്റ് ആവും. എനിക്കറിയാം വയലന്റ് ആവും, ശരിയാവില്ല. പക്ഷേ അവർക്കൊരു കുഴപ്പമില്ല, അവർ നന്നായിട്ട് ക്ലാസ്. കാര്യം ഞാനൊരു ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മയക്കില്ല അല്ലെങ്കിൽ ഡയസിൽ വന്ന് സംസാരിച്ചു പോവുകയല്ല. ഞാൻ ഓരോ മുഖങ്ങൾ, അവരുടെ ക്ഷേമങ്ങൾ, അവരുടെ കണ്ണിലെ തിളക്കം, ചിലവർ നല്ല സന്തോഷത്തോടെ ഇരിക്കും. പക്ഷെ ചിലർക്ക് എന്തോ പറയാനുണ്ട്. കാര്യം ഞാൻ ഈ കുട്ടികൾക്ക് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് കൊണ്ട്, ഈ പോക്സോ നിയമങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് കുട്ടികളുടെ വികാരങ്ങൾ, അവരുടെ സംശയം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംശയം, തൊഴിലുറപ്പ് മേഖലകളിൽ പോകുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ദുരിതങ്ങൾ, അവരെല്ലാം എന്നോട് പറയുമ്പോൾ അവരുടെ ആ ഒരു കണ്ണിലെ തീക്ഷ്ണത ഞാൻ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ വീക്ഷിച്ചിട്ട് ഞാൻ ആ വ്യക്തികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കാൻ പോകുമ്പോൾ അവരത് സമ്മതിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കും, അവർ മറുപടി ക്ലാസ് എടുത്തപ്പോൾ അവർ കൃത്യമായി കേട്ടു, കൃത്യമായി നിയമങ്ങളെ കുറിച്ച് ചോദിച്ചു, അവർക്ക് ചോദിക്കേണ്ട സംശയങ്ങൾ അവർ ചോദിച്ചു, അവരുടെ മക്കളെ കുറിച്ച് ചോദിച്ചു. കാര്യം ചിലവർ അത് ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. കാര്യം ചില സ്ഥാപനങ്ങൾ അവർ ബിസിനസ്, കാര്യം മറ്റുള്ളവരുടെ എന്താണ്, അവർക്ക് കാശ് മാത്രം മതി, അവരുടെ സംരക്ഷണം അത്ര ഉറപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഭീതി അവർക്കുണ്ട്, ആ മാതാപിതാക്കൾക്കുണ്ട്. കാര്യം അവർ പറയുന്നത്, അവരെ കൃത്യമായി ഞാനത് എന്നിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് മകനുണ്ട്, അവൻ വിവാഹിതനല്ല, എൻ്റെ മകൻ കൂടെ കൂടെ എന്നെ വിളിക്കും, അതും ഫിലിം ഫീൽഡിലാണ്. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, അത് ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അത്യാവശ്യം കാശൊക്കെ ഉള്ള ഒരു കാറ്റഗറിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മകൻ പൈസയൊക്കെ തരാറുണ്ടോ? എൻ്റെ മോളെ നമ്മുടെ അമ്മ പറഞ്ഞോളൂ, എനിക്ക് മോളെ എന്ന് വിളിച്ചു. അതെനിക്ക് കാശ് എൻ്റെ കയ്യിലൊന്നും തരാറില്ല, എന്നെ കാണാൻ വല്ലപ്പോഴും വരും. പിന്നെ ഒരു സെലിബ്രിറ്റി, നമുക്കറിയാം ബിഗ് ബോസ് താരത്തിന്റെ മാതാവ്, അത് പക്ഷെ അവൻ ആദ്യകാലങ്ങളിലൊക്കെ സെലിബ്രിറ്റി ആവുന്നതിന് മുമ്പ് കൂലിപ്പണിക്കൊക്കെ പോയി അവൻ, അല്ലെങ്കിൽ ഷോകൾക്കൊക്കെ പോയിട്ട് അവൻ പൈസയൊക്കെ കൊണ്ട് കൊടുക്കുകയും ഈ അമ്മയും വന്ന് കാണും, അമ്മയുടെ അടുത്ത് വന്നിരിക്കുമായിരുന്നു. പിന്നെ ഈ സെലിബ്രിറ്റി ആയതിനു ശേഷം ഇവനെ കാണുമ്പോൾ ക്യാമറ കണ്ണുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു എന്താ പറയുന്നത്, ആ ഒരു രീതിയിൽ വന്ന് അവരെ കെയർ ചെയ്യുകയും, എന്നുവെച്ചാൽ പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ എൻ്റെ അമ്മയെ എനിക്ക് സംരക്ഷിക്കാൻ വീട് കിട്ടുന്നത് വരെ എൻ്റെ അമ്മ ഇവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ എൻ്റെ അമ്മയെ കൊണ്ടു അവന് വീടായി, അവന് കുടുംബമായി. പക്ഷേ പിന്നീട് അവനെല്ലാം തികയുന്നത് വരെ, അതായത് അവന്റെ എയിം എന്ന് പറയുന്നത് ധാരാളമെന്ന് പറയില്ല, അവന്റെ എയിം ഒരു കുടുംബം, ഒരു വീടാവുക. അവന് പബ്ലിസിറ്റി, ഇത്രയും ഞാൻ പറയുന്നത്, പബ്ലിസിറ്റി കിട്ടിയതിനു ശേഷം ഈ മാതാവ് കാത്തിരിക്കുകയാണ് മകൻ വന്ന് കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ നിമിഷം വരെ ആ മകൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ ഒരു കാലയളവിൽ വരുമായിരുന്നു, പിന്നീട് എന്നെ വന്നിട്ടില്ല. പക്ഷേ അവിടെ പൈസ ഒഴുകിയെത്തുന്നു. അങ്ങനെ പല മാതാപിതാക്കൾക്കും കാണണ്ട പൈസ ഒഴുകിയത്. പക്ഷെ അവർക്ക് അവരുടെ മക്കളെ ഒന്ന് കാണാൻ, നൊന്ത് പ്രസവിച്ച മാതാവിനെ അല്ലെങ്കിൽ ജന്മം നൽകിയ പിതാവിന് അവരുടെ മക്കളെ ഒന്ന് കാണാൻ വെമ്പലുകൾ കൊള്ളുകയാണ്. അതിനൊരു സാഹചര്യം ഞാൻ അവരോട് പറഞ്ഞിട്ട് വന്നത്, നമ്മൾ പ്രസവിച്ച് വളർത്തിയ മക്കളെ കാണാൻ ഏതൊരു മാതാവും. കാര്യം എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, നമ്മൾ കേസ് കൊടുക്കട്ടാ. പക്ഷെ ഈ മാതാപിതാക്കളുടെ ഒരു പ്രശ്നമുണ്ട്,
അയ്യോ സാറേ, എന്റെ മക്കൾക്കെതിരെ കേസ് കൊടുക്കല്ലേ, അവർ ജയിലിലാവും. പക്ഷെ ഈ മക്കൾ അത് മനസ്സിലാക്കുന്നില്ല. കാര്യം ഈ അവശയായി ഈ ഒരു പ്രശ്നം ഇവർക്ക് കാണാൻ കൊതിയായി കിടക്കുന്നു. നമ്മൾ കേസ് കൊടുത്ത് കൊണ്ടുവരാം, നമ്മൾ ഇങ്ങനെ ഒരു നിയമമുണ്ട് കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ പറയുന്നതാണ്, എന്റെ പൊന്നു മോളെ കൊടുക്കല്ലേ, കാര്യം കേസ് കൊടുക്കേണ്ട, എന്റെ മോന് ജയിലിലായി പോകും, എനിക്കത് കാണാനുള്ള ത്രാണിയില്ല. അപ്പൊ അതാണ് മക്കൾ പാരൻസ്, രക്ഷിതാവും മക്കളും തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ ഈ നമ്മളിപ്പോ ഒരു പച്ച സ്ലാങ്ങിൽ പറയുവാണെങ്കിൽ, നമ്മുടെ മലയാളത്തിലെ ലോക്കൽ സ്ലാങ്ങിൽ പറയണേ, പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കും. നാളെ നമുക്കും ഈ ഗതിയാണ്. എന്താണ്? വീട്ടിലെ ശീലങ്ങൾ കണ്ടാണ് മറ്റുള്ളവരെ പഠിക്കുക എന്ന് പറയും. കാര്യം നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു, അതായത് ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോകുന്നിടത്തെല്ലാം പറയാറുണ്ട്, സ്ത്രീ ജനങ്ങൾക്കെല്ലാം ക്ലാസ് എടുക്കാൻ പോകുമ്പം ഓരോ കാറ്റഗറിയിൽ കുട്ടികൾ ഡ്രഗ്സിന് അടിമപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും കൂടുതലും കുട്ടികൾ ഡ്രഗ്സിന് അടിമപ്പെടുന്നത്? ഒന്ന്, മെയിൻ കാര്യം നമ്മുടെ വീട്ടിലെ സാഹചര്യം. വീട്ടിൽ അച്ഛൻ മദ്യപിച്ചു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്ക്. കാര്യം മക്കൾ കണ്ടു വളരുന്നത് എന്താണ്? അച്ഛന്റെ അമ്മയുടെയും വഴക്ക്. അതേസമയം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കുന്നത് നിങ്ങളുടെ മക്കൾ കാണാറുണ്ടോ? അവർ പലരും പറഞ്ഞിട്ടുണ്ട്, ഈ സാറേ അത് നാണക്കേടല്ല. എന്ത് നാണക്കേടാണ്? നിങ്ങൾ ഒരു TV ലിവിംഗ് റൂമിലിരുന്ന് നിങ്ങൾ TV കാണുമ്പോൾ അതിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ അച്ഛനും അമ്മയ്ക്കും മക്കൾക്ക് ഒരുമിച്ചിരുന്നതാണ്. അച്ഛനാണ് കാമുകൻ കാമുകിയെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും എല്ലാം ഒരുമിച്ചിരുന്ന് കാണും. എന്നും പറഞ്ഞ് എല്ലാം കാണണമെന്നല്ല, ആവശ്യത്തിന് നമ്മുടെ മക്കൾ കണ്ടു വളരേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം, അവരുടെ പരസ്പര കെയർ. നാളെ അവർ വലുതായി വരുമ്പോഴും അവർക്കും ഒരു കുടുംബം ഉണ്ടാകേണ്ടതാണ്. ആ കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നമ്മൾ ആരിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ നിന്നും നമ്മൾ വ്യതിചലിക്കപ്പെടുന്ന ഡ്രഗ്സിനും മറ്റും നമ്മുടെ വീട്ടിലെ സാഹചര്യം, നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളുമുണ്ട്, നമ്മളെന്താണ് നല്ല വഴിയിലേക്ക് നയിക്കുന്ന സുഹൃത്തുക്കളുമുണ്ട്, ചീത്ത വഴിയിലേക്ക് നയിക്കുന്ന സുഹൃത്തുക്കളുമുണ്ട്. എന്താണ്, ചിലവർ പറയും, നീ എല്ലാം സഹിക്കണം, ഇതിനെതിരെ പോരാടണം, നീ നല്ല രീതിയിൽ പഠിച്ച് സമ്പത്തുണ്ടാക്കി നിന്റെ മാതാപിതാക്കൾക്ക് അതിൻ്റെതായ രീതിയിൽ നീ മറ്റു സമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. അച്ഛൻ ഇങ്ങനെ കുഴപ്പക്കാരനാണ്, അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ കുഴപ്പക്കാരിയാണ്, അതുകൊണ്ട് നല്ല മക്കളായി വളർന്ന് സമൂഹത്തിൽ അത് അന്തസ്സായി ചെയ്യണം. പക്ഷേ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കും, നീ ഇതൊരെണ്ണം കഴിക്കും, നിന്റെ വേദനകളെല്ലാം നീ മറക്കും, വേറൊരു ലോകത്തേക്ക് നീ മറക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന സുഹൃത്തുക്കളുണ്ട്. കാര്യം എന്താ? അല്പം കുറച്ചു നേരത്തേക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി എക്കാലത്തെയും, അതായത് ഏതൊരു കാലത്തെയും നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മളെ നശിപ്പിക്കാനായിട്ടുള്ള സാധനമാണ് മയക്കുമരുന്ന്, മദ്യപാനം, അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാനാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി നമ്മൾ ഈ പറയുന്ന മാതാപിതാക്കളെ, ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഇടവേളകൾ വിശ്രമിക്കുന്ന വേളയിൽ നമ്മൾ അവരെ സൂക്ഷ്മതയോടെയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നമ്മളെ വളർത്തിയതുപോലെ വളർത്താനല്ല ഞാൻ പറഞ്ഞത്, സംരക്ഷിക്കും. അതുപോലെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പകൽ വീട്, വൃദ്ധസദനങ്ങൾ, കൂടാതെ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇപ്പം ഇതിന്റെ സാറ് പറഞ്ഞു, നമ്മളിവിടുന്ന് സൗജന്യ നേത്ര ക്യാമ്പൊക്കെ കൊടുക്കും. അതുപോലെ ഗവൺമെന്റും സൗജന്യ നേത്ര സർജറി, കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ, ത്വക്കിനുണ്ടാകുന്ന രോഗങ്ങൾ, പല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ ഗവൺമെന്റ് ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ നമുക്ക് സൗജന്യമായി കിട്ടുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ, 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ക്ഷേമ പെൻഷനുകൾ, ഈ മാനസിക വൈകല്യം നേരിടുന്നവർക്ക് ക്ഷേമ പെൻഷനുകൾ, പിന്നീട് അംഗവൈകല്യമുള്ളവർക്ക്, അംഗപരിമിതികൾ, അവർക്ക് ക്ഷേമ പെൻഷനുകൾ, ഇങ്ങനെ പല കാറ്റഗറിയിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നുണ്ട്. കൂടാതെ ഇവയൊന്നുമില്ല നമ്മളെ സംരക്ഷിക്കാൻ ആരുമില്ല, അതെങ്ങനെയുള്ള ആലയങ്ങളിൽ താമസിക്കുന്നവർക്ക്
ലെൻസം ഗ്രാൻഡ് പോലുള്ള ഒരു വിഹിതം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഭാഗമായി പോകുമ്പോൾ എന്താണ് അതൊക്കെ കിട്ടാറുണ്ടോ, അതൊക്കെ എഴുതി കൊടുക്കാറുണ്ടോ, ആർക്കെങ്കിലും കിട്ടാതിരിക്കാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കണ്ടതിൽ നിന്നും എനിക്കൊരു സന്തോഷമുണ്ട്. കാര്യം ഡോക്ടർ ആൻറ്റി പറഞ്ഞു, വർഷങ്ങളായി ഞാനിവിടെ ആൻറ്റിയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു, ആൻറ്റിയുടെ സഹോദരൻ്റെ കാര്യം എൻ്റെ അമ്മയെ പോലാണ്. ഞങ്ങൾ ലീഗൽ സർവീസ് അതോറിറ്റി തന്നെ എപ്പോഴും എല്ലാവരും പറയും, ഡോക്ടർ ആൻറ്റി ക്ലാസ് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ആദരഞ്ജോക്കിനെ വെക്കും. കാര്യം അമ്മയും മോളെയും പോലാണ് നടക്കുന്നത്. കാര്യം ഞങ്ങൾ തമ്മിൽ ആത്മമായ ഭയങ്കര ബന്ധമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ഞങ്ങൾ ഭയങ്കര ഒരു ആത്മബന്ധമാണ്. കാര്യം ഞാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ രാത്രികാലങ്ങളിൽ ആൻറ്റിയെ വിളിച്ച് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കും. ചില സമയത്ത് ഇരുന്ന് ആൻറ്റിയുടെ കരയും. കാര്യം എൻ്റെ വിഷമങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്ന, നമ്മൾ സാധാരണ ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ ഞാൻ എൻ്റെ 90% കാര്യങ്ങളും വെച്ചാൽ 10% എല്ലാം എപ്പോഴും ആൻറ്റി എന്നെ വിചാരിക്കില്ലേ, എന്തിനാ ഇങ്ങനെ വക്കീലിങ്ങനെ വിളിച്ചിരുന്നു. കാര്യം എൻ്റെ അടുത്ത് ഭയങ്കര റെസ്പെക്റ്റാണ്. എപ്പോഴും മാഡം, ഞാൻ ഒരു ആൻറ്റി എന്തിനാ എൻ്റെ മാഡം അത് അങ്ങനെയല്ല മാഡം, ഞാൻ അങ്ങനെ വിളിക്കും. കാര്യം ഞാൻ ഉമ്മയെ പോലെ കാണുന്ന ആൻറ്റി ഷെയർ ചെയ്യുമ്പോൾ ആൻറ്റി പറയും, മാഡം ഇങ്ങനൊരു സംഭവമുണ്ട്, ഞാൻ എങ്ങനെ എൻ്റെ ബ്രദർ എവിടെ ആയിരുന്നു, എനിക്ക് അവിടെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞാണോ, അപ്പൊ ആൻറ്റിക്കറിയാം ഞാൻ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചും. കാര്യം ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഞാൻ സെന്റി ആയിരിക്കും പെട്ടെന്ന്. എനിക്കിതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് കരച്ചു പോകും. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ഭയങ്കര അഹങ്കാരിയാണ്. കാര്യം ആരെയും വകവെച്ച് കൊടുക്കുക എന്ന് പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ പറയും, ഇതാണാണ്. കാര്യം പെണ്ണിന്റെ കാറ്റഗറി കൂട്ടാൻ കൊടുക്കില്ല, കാര്യം അടി കൊടുത്തിട്ടേ മാറും. ആ ഒരു കാറ്റഗറിയിലാണ്. പക്ഷെ അതിനപ്പുറം എനിക്കൊരു മനസ്സുണ്ട്. കാര്യം ഞാൻ പെട്ടെന്ന് കരയുന്ന കുട്ടിയാണ്, കൊച്ചിലെ മുതലുള്ള കാര്യം. പക്ഷെ ഞാൻ എൻ്റെ കരച്ചിൽ ഞാൻ പുറം ലോകത്തെ കാണിക്കാറില്ല. ഞാൻ കരയുന്നത് ഞാൻ മാത്രമല്ല. കാര്യം എന്തിനാ, എൻ്റെ ഒരേ ഒരു ചോദ്യം ഇതാണ്, നമ്മൾ കരയുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ രീതി എന്ന് പറയുന്നത്, കരയുമ്പോൾ അവരാദ്യം നമ്മളെ ആശ്വസിക്കും, തിരിഞ്ഞു മാറി എന്ന് പറയും. അവർക്ക് അങ്ങനെ തന്നെ വേണം. ആ ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഓരോ സമൂഹത്തിന്റെയും ഓരോ അധപ്പതനമാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടുന്നത്. കാര്യം ഒരാള് നന്നാകുന്നത് അല്ലെങ്കിൽ ഒരാൾ നല്ല രീതിയിൽ ഇരിക്കുന്നത് ആർക്കും കണ്ടുകൂടാത്തവയാണ്. അപ്പം ഈ സാർ പറഞ്ഞു ഇവിടത്തെ അഭിപ്രായം പറയണമെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു സദസ്സ്, പ്രത്യേകിച്ച് മാധ്യമം ഈ പ്രൊജക്ടർ യൂസ് ചെയ്ത് ഞാൻ ഇങ്ങനെയൊന്നും ഒരു സമ്പ്രദായം കണ്ടിട്ടില്ല. TV, എനിക്ക് തോന്നുന്നു TV ഒന്നും ഞാൻ അങ്ങനെ ഒരിടത്ത് മാത്രമേ കണ്ടുള്ളൂ. TV ഇല്ല. കാര്യം ഞാൻ എങ്ങനെ ഇവർ സമയം പോകും, അവിടേക്ക് ഞാൻ ആലോചിച്ചു ഇവർക്ക് എങ്ങനെ സമയം പോകാം. പക്ഷെ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലാവും, അവർക്ക് സമയം പോകും. അപ്പൊ ഞാൻ പറഞ്ഞ യോഗയുണ്ട്, ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഇതെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മോഡലാക്കണമെന്ന് ഞാൻ പറയുന്നു. കാര്യം യൂണിഫോമിറ്റി, ഒരു ചിട്ട, നമ്മളൊരു വീട്ടിൽ രാവിലെ ഉറക്കമെണീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ, പിന്നെ നമ്മളിവിടെ നടത്തിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം പിക്ചറൈസ് ചെയ്യുക. പിന്നെ എനിക്ക് ലൈബ്രറി ഒത്തിരി ഇഷ്ടമായി. കാര്യം ചിലവർ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ അതിലോട്ടാണ് നോക്കുന്നത് ഏതൊക്കെ ബുക്കുണ്ടെന്ന് എനിക്ക് പെർമിഷൻ തന്നെ ഞാനൊന്ന് നോക്കിയിരുന്നു. കാര്യം ഞാനും വായിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നതിന് വേളയിൽ ഞാൻ വായിക്കാറില്ല. എൻ്റെ മക്കളോട് എപ്പോഴും ഞാൻ പറയും, ഞാൻ ഈ ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ അവരും അതുപോലെ തന്നെയാണ്, പഠിച്ചിട്ട് വന്നിട്ട് സ്കൂളിലെ ക്ലാസ്സിലെ വിശേഷങ്ങൾ പറഞ്ഞ് എന്തുണ്ട് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പം ഇളയ മോന് പ്രായം കുറവായതുകൊണ്ട് മൂത്ത മോന് 15 വയസ്സുണ്ട്. അപ്പം മൂത്ത മോന് ഞാനോട് നല്ല എല്ലാം ഷെയർ ചെയ്യുന്നു. അപ്പം മൂത്ത മോൻ സംസാരിക്കുമ്പോഴത്തേക്ക് ഇവൻ കയറി വന്നിട്ട് ഇളയവൻ വന്നിട്ട് ചോദിക്കും, എന്തോ അമ്മ എനിക്ക് മനസ്സിലായില്ല. ഇപ്പം മൂത്തവൻ പറയും, അറിയേണ്ട പ്രായമാകുമ്പോൾ അമ്മ പറഞ്ഞു, മനസ്സിലാവുന്നുണ്ടല്ലോ, നീ മാറുന്നില്ല. ഈ ഒരു രീതി അവന് ഭയങ്കര പക്വതയാണ്. എൻ്റെ ലൈഫില് ഞാൻ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ ആരായുന്ന ഒരു വ്യക്തി ആരെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് 2ാം സ്ഥാനം. എൻ്റെ മോനോട് ഞാൻ ചോദിക്കും എന്ത് വേണം. കാര്യം 15 വയസ്സുണ്ടെങ്കിൽ അവൻ ഭയങ്കര, അവന്റെ അധ്യാപകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വക്കീലിന് ഭയങ്കര ഭാഗ്യമാണ്. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ
ഞാൻ അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ മക്കളെ കൊണ്ട് നല്ല അച്ചടക്കമുള്ള കുട്ടികൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടുണ്ട് നല്ല മക്കളാണ്. കാര്യം മൂത്തവൻ ഭയങ്കര ഒരു 10-20 വയസ്സ് ചെന്ന ഒരു പയ്യൻ എങ്ങനെയാണോ ഉത്തരവാദിത്തം. അപ്പൊ ഞാൻ എപ്പോഴും അവനോട് പറയും, മോനെ ഈ റെസ്പോൺസിബിലിറ്റി, മോനെ ഇത് ഞാൻ ഒരുപാട് വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, മോന് സമയമില്ലെങ്കിൽ എന്നെ അതുപോലെ ആക്കിക്കൂടും. പക്ഷേ മോൻ എന്നെ സമയം ഉണ്ടായിട്ടും മോൻ എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തരുത്, കാര്യം ഞാൻ നിങ്ങളെ വളർത്തുന്ന രീതി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാര്യം പല അമ്മമാരും ഇങ്ങനെ വളരുന്നുണ്ടെങ്കിലും അവരുടെ അല്ലെങ്കിൽ താമസിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെ പെറ്റു വളർത്തിയ മക്കളെ കാണാനുള്ള ആ ഒരു ആഗ്രഹം, അവരോടൊപ്പം ഒരു നേരം ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള അല്ലെങ്കിൽ അവർ കണ്ണു നിറച്ചൊന്നും കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അത് ഞാനും നാളെ വയസ്സായി വരും ആ ഒരു ആഗ്രഹം. പക്ഷെ എനിക്ക് ഈ സാറിന്റെ അമ്മ ഭാഗ്യവതിയാണ്, എനിക്ക് അത്രേ പറയാനുള്ളത്. കാര്യം അദ്ദേഹം ജോലി ചെയ്യുന്നത് ഈ സ്ഥാപനം നടത്താൻ വേണ്ടിയാണ്. എനിക്ക് അതാണ് മനസ്സിലായത്. കാര്യം അങ്ങനെ ഒരു വ്യക്തി മറ്റൊരു സ്ഥാപനങ്ങളിൽ ഡൊണേഷൻ മേടിക്കുന്നവരുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന മനസ്സില്ല. അതും പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടില് സ്വന്തം കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എനിക്കുണ്ട്, എനിക്ക് ഇനി ഉണ്ടാവണം, എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ പുതിയ സ്ഥാപനം കെട്ടിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു ഒരുപാട് മക്കള്, ഒരുപാട് അപ്പന്മാരെ ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇവിടുത്തെ ഫുഡ് രീതി എനിക്കതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഡൈനിങ് ചിട്ട ചില സ്ഥാപനങ്ങളിൽ ബൊഫയാണ്, മേടിച്ചു കൊണ്ടുപോയി അത് ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ കണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോയിരുന്ന് കഴിക്കുകയാണ്, അവരവിടെ ഇരിക്കത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ? അപ്പൊ അവിടെ ഇതുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ഇതുപോലെ എന്തെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം അവരവിടെ ഇരുത്തി കൊടുക്കുന്നു ശീലം. അത് നമുക്ക് ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രം അവിടെ ഇരുത്തി കൊടുക്കുക, അല്ലാത്തപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യം. നമുക്കറിയാം, നമ്മളിനി ഒരു പല സിനിമകളിലായാലും നമ്മൾ പല വീടുകളിലായാലും പൊങ്ങച്ചം പറച്ചിലുണ്ട്. ഒരു ഗസ്റ്റ് വരുമ്പോൾ ഇത് അങ്ങനാണ്, ഇത് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു സിനിമയിൽ കുട്ടികൾ 5 മക്കളുണ്ട്. ആ 5 മക്കളെ 2 കൂട്ടിയിട്ടിട്ട് എനിക്ക് 3 മക്കളേ ഉള്ളൂ. അപ്പൊ അപ്പം ഓർഫൺ എന്നോ അപ്പോഴാണ് ഇത് 2 എന്റെ ഓർഫണാ, ഇത് 5 ചേച്ചിയുടെ ഓർഫണാ എന്ന് പറയുന്ന ഒരു മംഗേഷ് പറയുന്ന ബിന്ദു പണിക്കരുടെ ഒരു മൂവി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിലുള്ളത് നമ്മൾ കാണിക്കാൻ വില്ലിങ് അല്ല. അപ്പൊ എങ്ങനെയാണോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, ഇങ്ങനെ കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഞാൻ നോക്കിയപ്പോ ആ സ്ഥാപനത്തിൽ ഓരോരുത്തർ കഴിക്കാൻ വേണ്ടി കൈകാലപ്പുറത്തിരിക്കുന്നു, തെങ്ങിന്റെ ചോട്ടി പോയിരിക്കുന്നു, ആളോടി പോലെ കെട്ടിയിട്ടിരിക്കുന്ന കിണറിന്റെ ആ സൈഡിൽ പോയി ഇങ്ങനെ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ വന്നിരിക്കുന്നു? മോളെ, എനിക്ക് ഇത്തിരി വെട്ടവും വെളിച്ചവും ഒക്കെ കണ്ടിരുന്നാലേ പറ്റൂ. അപ്പൊ പറഞ്ഞു, നിന്നെ ഞങ്ങളെന്നും കാര്യം പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കൊച്ചുകുട്ടികളും വയസ്സായ ആൾക്കാരും ഒരേപോലെ. കാര്യം അവരുടെ അവരെ നമ്മൾ നയിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഞാനൊരു കാര്യം അത് കേട്ടത്. കാര്യം എനിക്ക് എൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു, അമ്മൂമ്മ മരണപ്പെട്ടുപോയി. പക്ഷെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് അമ്മൂമ്മയെ സപ്പോർട്ടായിട്ട് സംസാരിച്ച അമ്മൂമ്മയ്ക്ക് ഭയങ്കര കാര്യം. മോളെ എന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആണോ അമ്മൂമ്മയെ, നമുക്കത് ശരിയാക്കാം, പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുമ്പോ അവിടെ തീർന്നു. അമ്മമ്മയുടെ പ്രശ്നം അത്രയേ ഉള്ളൂ. അമ്മമ്മ അങ്ങനെ ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കാൻ പറയും, കണ്ട അവളും അവന്റെ സൈഡ്, അല്ലെങ്കിൽ അവളും അവളെ സൈഡാണ്, കണ്ട എന്നെ ആർക്കും ഇഷ്ടമാണ്. അതേപോലെ തന്നെ മക്കള് കാര്യം എന്റെ മോനായാലും 11 വയസ്സ് അവൻ ഈ കൊച്ചിലെയായിട്ട് വരുന്ന ഇളയവൻ പറയും, അമ്മയ്ക്കല്ലെങ്കിലും എന്നോടല്ല സ്നേഹം, ചേട്ടനോടാ സ്നേഹം, എന്തുണ്ടെങ്കിലും ചേട്ടനെ പറയും. കാര്യം പുള്ള മനസ്സിൽ കള്ളല്ല. പിന്നെ അതേപോലെ പഠിപ്പിച്ചിരിക്കും, ഒരാൾ വരുമ്പോൾ ഇന്നതേ പറയാവൂ, വേറൊന്നും പറയാൻ പാടില്ല. അപ്പൊ ചില മക്കളാണെങ്കിൽ പറയും, ഇവിടെ അമ്മയില്ലെന്ന് പറയാൻ പറഞ്ഞു, അല്ലേ? നമ്മളിങ്ങനെ പിരിവിനൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്ക്, മക്കളെ ഞാനിന്ന് ഇവിടെ ഇല്ല, ജോലിക്ക് പോയെന്ന് പറയാൻ പറയും. എപ്പോഴും ഒരു പറയും, അമ്മയെ ഇന്നിവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു, ഇത് അങ്കത്തിരിപ്പോണ്ട് അങ്ങളെ, ഇങ്ങനെ പറയുന്ന മക്കളുണ്ട്. കാര്യം പിള്ള മനസ്സിൽ കള്ളമില്ല, കാര്യം അവർ സത്യമില്ല. അതേപോലെ പ്രായമായവരടുത്ത് ചോദിച്ചാലും അവരും സത്യസന്ധമായ കാര്യം പറയാം. അത് ഈ പറയുന്ന സ്ഥാപനത്തിലെ ഉടമകൾക്കറിയാം, അവരെ കൃത്യമായ കാര്യങ്ങൾ പറയാം. അപ്പം എനിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ട്. ഈ റെസ്റ്റ് എടുക്കേണ്ട വേള നമുക്കറിയാം, പ്രായമായവര് പല ടാബ്ലറ്റ് കഴിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊരു ക്ലാസ് എടുക്കാൻ
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിലൊരു ടോക്ക് പോലെ ഞാൻ ഇങ്ങനെ അല്ല ക്ലാസ് എടുക്കുന്നത്. അത് ഡോക്ടർ ആൻറ്റി വിചാരിക്കും എന്ത് പറ്റിയെന്ന്. കാര്യം എനിക്ക് ഇന്ന് സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് ചോദിച്ചാൽ സന്തോഷമാണ്, പക്ഷെ എനിക്ക് സങ്കടമാണെന്ന് ചോദിച്ചാൽ സങ്കടമാണ്. കാര്യം ഈ ഒരു നമ്മുടെ എന്താ പറയുക, ഞാൻ പിടിച്ചു നിൽക്കുകയാണ്. എനിക്കിങ്ങനെ ഇന്നത്തെ ദിവസം ഒന്നല്ലേ ഞാൻ ഉറങ്ങില്ല, വേറെ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാനിങ്ങനെ ആലോചിക്കും കാര്യം ഈ സ്ഥാപനം, കാര്യം എനിക്കും ഇങ്ങനെയൊക്കെ ഏറ്റെടുക്കണം, നടത്തണം, ഇങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും നടക്കത്തില്ല, എൻ്റെ സ്വഭാവത്തിന് ഒരിക്കലും നടക്കത്തില്ല. പക്ഷെ എനിക്ക് കാണാനും ഇങ്ങനെ ഇതാക്കാനും ഇത്രയും കെയർ ചെയ്യുന്ന ഇവിടെ ഓരോരുത്തരോടും എനിക്ക് ഭയങ്കരമായി എനിക്ക് പറഞ്ഞറിയിക്കാൻ തീർക്കാത്ത നന്ദിയാണ്. കാര്യം നമ്മളെ കൊണ്ടൊന്നും പറ്റാത്തത് ഈ പ്രായമായവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, അവരെ തലോടുക, അവർക്ക് വേണ്ടി തലമുടി കെട്ടി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഇത്ര മടിയില്ലാണ്ട് സ്നേഹത്തോടെ. ഇത് ഓരോ കുടുംബവും കാണേണ്ട, ഓരോ മക്കളും കാണേണ്ട. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പത്തനംതിട്ട ജില്ലയില് ഒരു അച്ഛനെ മകനും മരുമകളും പൈപ്പിനടിക്കുന്ന രംഗങ്ങൾ വൈറലായിക്കൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ കാണേണ്ട ഒന്നാണിത്. കാര്യം സ്വന്തം മാതാപിതാക്കളല്ലാതിരുന്നിട്ട് പോലും, സ്വന്തം സഹോദരങ്ങളല്ലാതിരുന്നിട്ട് പോലും, സ്വന്തം അമ്മയും അച്ഛനെയും പോലെ അല്ലെങ്കിൽ സഹോദരങ്ങളെയും പോലെ കൂട്ടിയും ഉറക്കിയും ഒരൊറ്റ കൊടുക്കുകയും വളരെ സന്തോഷത്തോടെ ജാതി മത ഭേദമന്യേ ഈ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നതിന് അതിൻ്റെതായ മഹത്വം സർവീശ്വരനും അദ്ദേഹത്തിനും കുടുംബത്തിനും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം ദീർഘായുസ് കൊടുക്കട്ടെ. ഈ സ്ഥാപനം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. അനേകായിരം നോക്കാനിടം ആൾക്കാരില്ലാതെ കിടക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒരു ആശ്രയമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.